ചരിത്രങ്ങളുടെ ഇന്നലകളെ ത്രസിപ്പിച്ച ദേശമാണ് ചെമ്പ്ര. ഗ്രാമീണ നിഷ്കളങ്കതയുടെ മുഴുവൻ നൈർമല്യവും പേറുന്ന ചെമ്പ്രയുടെ പേരുപോലും കാർഷിക സംസ്കാരവും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെയും കൂടിച്ചേരലുകളിൽ നിന്നാണ് ഉരുവം കൊണ്ടത്. ബാർട്ടർ വ്യവസ്ഥിതിയിലെ നാണയങ്ങൾക്ക് ചെമ്പ് എന്നായിരുന്നുവത്രേ വിശേഷിപ്പിച്ചിരുന്നത്. പൗരാണികമായ ഒരു ജന്മി തറവാട്ടിലെ നെല്ലറ അഥവാ ചെമ്പറയിൽ നിന്നാണ് ചെമ്പ്ര എന്ന ദേശനാമം ഈ ഗ്രാമം സ്വീകരിച്ചത്. മലയാളിയുടെ ഓർമ്മകളിലെ പുണ്യമാണ് പുഴകൾ. പുതിയ കാലത്തെ ബാത്ത് അറ്റാച്ച് കിടപ്പുമുറികൾക്ക് പകരം ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്നു ഈ പുഴ. ആദവനാട് അയ്യപ്പനോവിൽ നിന്നും തുടങ്ങി കൂട്ടായി അഴിമുഖത്ത് കടലിനോടും ഭാരതപ്പുഴയോടും ചേരുന്ന പൊന്നാനിപ്പുഴ ചെമ്പ്രയുടെ ഓർമ്മകളും പേറിയാണ് ഇന്നും ഒഴുകുന്നത്. കൊണ്ടനാമത്ത് പാലം വരുന്നതിന് മുമ്പുള്ള കടത്തുതോണികളും വർഷക്കാലത്ത് മൂച്ചിത്തറ വരെ തോണിയിൽ സഞ്ചരിച്ചതും പഴയ ചെമ്പ്രയുടെ നിറഞ്ഞ ഓർമ്മകളാണ്. റോഡുകൾക്കും പാലങ്ങൾക്കും മുമ്പ് കുട്ടനാട്ടിൽ നാം ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ പുഴയിലൂടെ നിരവധി ചരക്കുയാത്രാ വള്ളങ്ങൾ കടന്നു പോരുന്ന നിർമ്മലമായ ദൃശ്യം നമുക്കിന്ന് അന്യമാണ്. ചെമ്പ്ര പാലത്തിന് സമീപം പുഴക്കടവിൽ തലച്ചുമടിറക്കി വെക്കുന്ന അത്താണിയുണ്ട്. ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പായി ഇത് ഇന്നും ഇവിടെ കാണാം. തെക്കൻ മലബാറിലെ പഴയ കുടുംബമായ മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ ചെമ്പ്രയിൽ താമസമാക്കിയ പ്രബലരാണ്. എം ബാവ മാസ്റ്റർ മൂപ്പൻ, എം ഏന്തീൻകുട്ടി മൂപ്പൻ, തിരൂർ നഗരസഭയുടെ പ്രഥമ ചെയർമാൻ എം മുഹമ്മദ് മൂപ്പൻ, എം ഉണ്ണി മൂപ്പൻ, എം ബാവു മൂപ്പൻ, ദേശീയ കർഷക അവാർഡ് ജേതാവ് എം മുഹമ്മദ് മൂപ്പൻ എന്നിവർ ഇതിൽ പ്രമുഖരാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് മുഹമ്മദ് മൂപ്പൻ. ഞാൻ തിരൂർ നഗരസഭ 7-ാം വാർഡ് ജനപ്രതിനിധിയാണ്. മഴവിൽ ചെമ്പ്ര UAE പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ UAEയിലുള്ള ചെമ്പ്ര സ്വദേശികൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളെയും അന്യോന്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിനു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെയുള്ള കൂട്ടായ്മ വളരെ അനിവാര്യമാണ്. ഇത്തരം കൂട്ടായ്മ കൊണ്ട് നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികൾക്ക് അവർക്ക് അന്യോന്യം അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും പരിവേദനങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിനും വേണ്ടി തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന് എല്ലാവിധ ആശംസകളും നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രവാസികളെയും ഈ കുടക്കീഴിൽ കൊണ്ടുവരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പാണംതറ എന്ന് പഴമക്കാർ വിളിച്ച മില്ല് അങ്ങാടിയിൽ നരിക്കോട്ട് കമ്മുഹാജി മൊല്ലാക്ക നടത്തിയിരുന്ന ഓത്തുപള്ളിയിൽ നിന്നാണ് ചെമ്പ്രയുടെ വിദ്യാഭ്യാസ ചരിത്രം ആരംഭിക്കുന്നത്. എം ഉണ്ണിമൂപ്പൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായപ്പോൾ അദ്ദേഹത്തിൻ്റെയും മറ്റു നാട്ടുകാരുടെയും ശ്രമഫലമായി ആരംഭിച്ചതാണ് ചെമ്പ്രയുടെ അക്ഷരമുറ്റമായ AMUP സ്കൂൾ. VC മാധവൻ മാസ്റ്റർ, സുബ്രഹ്മണ്യൻ മാസ്റ്റർ, കോട്ട് കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ, തിരുവോല ടീച്ചർ, പാത്തുമ്മു ടീച്ചർ, സൗദാമിനി ടീച്ചർ, VC നാരായണൻ മാസ്റ്റർ, ചാവക്കാട് രാമൻ മാസ്റ്റർ, കാർത്തിയായനി ടീച്ചർ തുടങ്ങി ചെമ്പ്രക്കാർക്ക് അക്ഷര വെളിച്ചം ചൊരിഞ്ഞവരാണ്. ചെമ്പ്ര തിരൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണമായ അന്തരീക്ഷമുള്ള പ്രകൃതിരമണീയമായ സ്ഥലം. ചരിത്രത്തിന് മുന്നേ നടന്നിട്ടുള്ള ഒട്ടനവധി മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ കടന്നുപോയിട്ടുള്ള സ്ഥലം. തിരൂർ നഗരത്തിൻ്റെ എല്ലാ ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രവാസികളായിട്ടുള്ള UAE നിവാസികളായിട്ടുള്ള പ്രവാസികളുടെ കൂട്ടായ്മയാണ് മഴവിൽ ചെമ്പ്ര. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും
ചിന്താഗതികളും വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ അറേബ്യൻ മണലാരണ്യങ്ങളിൽ തങ്ങളുടെ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യസ്നേഹികളായിട്ടുള്ള ഇവരുടെ ഈ മഴവിൽ ചെമ്പ്രയുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ചെമ്പ്ര സ്വദേശിയായിട്ടുള്ള ഞാൻ ഗഫൂർ പിലിലീസ്. ചെമ്പ്രയുടെ മതേതര പൈതൃകത്തിൻ്റെ മനോഹരമായ ചിഹ്നമാണ് ചെമ്പ്ര ജുമാ മസ്ജിദ്. പോക്കർ മുസ്ലിയാർ ഉപ്പാപ്പ. കാഴ്ച ശക്തിയില്ലാതിരുന്നിട്ടും ചെമ്പ്രക്ക് വെളിച്ചം പകർന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ, AP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, AP കരീം മുസ്ലിയാർ, V മരക്കാർ ഹാജി തുടങ്ങിയവർ ചെമ്പ്രക്കാരെ നന്മയുടെ വഴി തെളിച്ചവരാണ്. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ നേതൃത്വം നൽകുന്ന ദർസ് 100-ലധികം വിദ്യാർത്ഥികളുമായി പാരമ്പര്യ വിദ്യാഭ്യാസത്തിൽ ചെമ്പ്രയുടെ പ്രൗഢി വിളിച്ചോതുന്നു. കിഴക്കേ ചെമ്പ്രയിൽ സ്ഥിതി ചെയ്യുന്ന പൊതുക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രവും ചക്കി അമ്മൻ്റെ മണ്ഡപം എന്ന കുടുംബക്ഷേത്രവും വർഷത്തിൽ ആചാരപ്രകാരം നടത്തിവരാറുള്ള കലങ്കരി മഹോത്സവങ്ങളും മതേതര മനസ്സോടെ ഈ ഗ്രാമം നെഞ്ചേറ്റാറുണ്ട്. കലാകായിക രംഗത്തെ ചെമ്പ്രയുടെ ഐഡൻറ്റിറ്റിയായി രൂപം കൊണ്ടതാണ് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. കലാസാംസ്കാരിക രംഗത്തും കായിക മേഖലയിൽ പ്രത്യേകിച്ച് കാൽപന്തുകളിയിൽ ചെമ്പ്ര നാടിൻ്റെ യശസ്സുയർത്താനും യുവശക്തി ചെമ്പ്രക്ക് സാധ്യമായിട്ടുണ്ട്. മഴവിൽ ചെമ്പ്ര UAE കൂട്ടായ്മ എന്നൊരു സംഘടന രൂപീകരിച്ചതായി അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തു നിന്നും ഗൾഫ് UAEയിലേക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. ഗൾഫിലെ ആ ഒരു സാമ്പത്തിക സ്രോതസ് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതികളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്ര ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ പിന്നെ എൻ്റെ ആ കൂട്ടായ്മക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നല്ല നിലയിൽ സംഘടന വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെമ്പ്രയിലെ കാളപൂട്ട് കേളികേട്ട കാർഷിക ഉത്സവമാണ്. നിരവധി ദേശക്കാർ സംഗമിക്കാറുള്ള കാളപൂട്ടുകൾ കാർഷിക ഗ്രാമീണ സംസ്കൃതിയുടെ മകുടോദാഹരണങ്ങളാണ്. മതപഠന മേഖലയിൽ 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെമ്പ്ര ഇർഷാദുൽ അനാം മദ്രസ, കുരിക്കൽപ്പടി ഇർഷാദ് സുബിയാൻ മദ്രസ, ചെമ്പ്ര ഇർഷാദുൽ വിൽദാൻ മദ്രസ, പുതുതായി രൂപം കൊണ്ട അഞ്ചുടി മദ്രസ എന്നിവ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാമത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വരെ നാടിൻ്റെ യശസ്സുയർത്തിയിട്ടുണ്ട്. ചെമ്പ്ര മുജാഹിദ് പള്ളിയും മദ്രസയും സലഫി പ്രസ്ഥാനത്തിന് കരുത്തു നൽകിയ സ്ഥാപനങ്ങളാണ്. കല സാഹിത്യരംഗത്ത് വിദ്യാർത്ഥികൾക്ക് നിരവധി നേട്ടങ്ങൾക്ക് ഈ സ്ഥാപനം അവസരമൊരുക്കിയിട്ടുണ്ട്. എൻ്റെ പേര് സാജിദ കബീർ മൂപ്പൻ. ചെമ്പ്ര 9-ാം വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്. ഈ മഴവിൽ ചെമ്പ്ര UAE കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ 8-ാം വാർഡ് കൗൺസിലർ അസീന ബാവ. ചെമ്പ്ര പ്രവാസികൾ UAE സംഘടിപ്പിച്ച മഴവിൽ കൂട്ടായ്മക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ചരിത്രത്തിൻ്റെ മനോഹാരിതകൾ നിറഞ്ഞ ദേശചരിത്രം ചെമ്പ്രക്ക് സ്വന്തമാണ്. കോവിലകത്ത് പറമ്പും 5 കുടിലുകൾ മാത്രമുണ്ടായിരുന്ന അഞ്ചുടിയും ലോകപ്രശസ്തമായ വെറ്റിലങ്ങാടി എന്ന പാൻബസാറിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന തിരൂർ വെറ്റില കൃഷി ചെയ്യുന്ന കർഷകരും വയലോലകളും എല്ലാം ചെമ്പ്രയിൽ ഇന്നുമുണ്ട്.
പുഴയും നെൽപ്പാടങ്ങളും കൃഷിയും മതാഘോഷങ്ങളും നാൽക്കവലകളും ഇപ്പോഴും നശിക്കാതെ ഇവിടെ തന്നെയുണ്ട്. ജന്മിത്തറവാടുകളിൽ കൃഷി ഉൾപ്പെടെ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന പട്ടിണിക്കാരുടെയും ദരിദ്രരുടെയും ഇടത്തരക്കാരുടേതുമായിരുന്ന പഴയ ചെമ്പ്ര കാലക്രമേണ ജീവിക്കാനുള്ള മലയാളിയുടെ കുടിയേറ്റങ്ങളിൽ ചെമ്പ്രയും ഭാഗവാക്കായി. 60കളിൽ എണ്ണപ്പണം തേടി മലയാളി സൗത്ത് ഏഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ ജന്മിത്തറവാടുകളിൽ ജോലി ചെയ്തിരുന്ന കർഷകരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരും എണ്ണപ്പണം തേടി ഇവിടെയെത്തി. അതെ, നമ്മളാണ് ഇന്ന് കാണുന്ന ചെമ്പ്രയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചത്. ഉയർന്ന ജീവിത നിലവാരം നാടിനും ഉയർന്ന വിദ്യാഭ്യാസം മക്കൾക്കും നൽകിയ നമ്മളാണ് നമ്മുടെ നാടിൻ്റെ കാവലാളായത്. ഇവിടെ ചെമ്പ്രക്കാരായ നാം ഒത്തുകൂടുകയാണ്. നാടിനും കുടുംബത്തിനും വേണ്ടി പ്രവാസം വിധിക്കപ്പെട്ട നാം ഒത്തുചേരുകയാണ്. ചെമ്പ്രക്കാർ എന്ന ഒരൊറ്റ വികാരത്തോടെ 7 വർണ്ണങ്ങളിൽ നമ്മുടെ നാടിൻ്റെ വൈവിധ്യത്തെ മനോഹരമാക്കി മഴവിൽ ചെമ്പ്ര ആദ്യമായി ഒത്തുചേർന്നിരിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ നമുക്ക് നമ്മുടെ ദേശത്തിൻ്റെ നന്മകളിലേക്കിറങ്ങാം.